ഇന്ന് ജൂലൈ 25 വേൾഡ് IVF ഡേ ആയിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അതോടൊപ്പം ഇത് വേൾഡ് എംബ്രിയോളജിസ്റ്റ് ഡേയും കൂടിയാണ്. 1978 ജൂലൈ 25-നാണ് ലോകത്തെ ആദ്യത്തെ IVF ബേബിയായ ലൂയി ബ്രൗൺ ജനിച്ചത്. റോബർട്ട് എഡ്വേർഡ്സ്, സ്ട്രെപ്റ്റോയ്, ജീൻ പേർഡി എന്നിവരാണ് ഇതിന് പുറകിൽ പ്രവർത്തിച്ചത്. അതാണ് ഈ ദിനം തന്നെ നമ്മൾ തിരഞ്ഞെടുക്കാനുള്ള കാരണം. അതിനുശേഷം ഏകദേശം 67 ദിവസത്തിനുള്ളിൽ ഇന്ത്യയിൽ ആദ്യത്തെ IVF ബേബിയായ കനുപ്രിയ അഥവാ ദുർഗ എന്ന കുട്ടി ഡോക്ടർ സുഭാഷ് മുഖർജിയുടെ ശ്രമഫലമായി ജനിക്കുകയുണ്ടായി. അങ്ങനെ ഇന്ത്യ IVF ചികിത്സയിലൂടെ രണ്ടാമത്തെ ബേബി ഉണ്ടാകുന്ന രാഷ്ട്രമായി മാറി. ഈ പ്രാവശ്യത്തെ IVF ഡേയുടെ തീം എന്ന് പറയുന്നത് സെലിബ്രേറ്റിംഗ് ഹോപ്സ് അഡ്വാൻസിംഗ് സയൻസ് എന്നതാണ്. ശാസ്ത്രത്തിന്റെ വളർച്ചയും രോഗികളുടെ പ്രത്യാശയും എന്നുള്ളതാണ് ഈ വർഷത്തെ ഹൈലൈറ്റ്. ഞാൻ ഡോക്ടർ കൽപ്പന, ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ്. ഇന്ന് വേൾഡ് IVF ഡേ. സോ ഏത് ദമ്പതികൾക്കാണ് ഈ IVF ICSI എന്ന് പറയപ്പെടുന്ന ചികിത്സ വേണ്ടത്? സോ ഫസ്റ്റ് വൺ ഇസ് ബൈലേറ്റഡ് ഫെലോപ്പിയൻ ട്യൂബൽ ബ്ലോക്ക്. ഈ ട്യൂബൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഈ എഗ്ഗും സ്പേമും മീറ്റ് ചെയ്തിട്ട് എംബ്രിയോവായിട്ട് ഫോം ആവാൻ പറ്റില്ല. സോ ഈ കണ്ടീഷൻക്ക് IVF ആണ് പ്രധാനപ്പെട്ട ട്രീറ്റ്മെൻറ്റ്. രണ്ടാമത് നിന്നെന്ന് വെച്ചാൽ പൂർ ഒവേരിയൻ റിസർവ്. ഈ അണ്ടത്തിൻ്റെ ക്വാളിറ്റി ക്വാണ്ടിറ്റി രണ്ടും അഫക്റ്റ് ആവുന്ന ചില കണ്ടീഷൻസ് ഉണ്ട്. എക്സാമ്പിൾ എൻഡോമെട്രിയോസിസ് എന്ന് പറയപ്പെടുന്ന ഒരു കണ്ടീഷൻ, അല്ലെങ്കിൽ ഈ ആൾറെഡി ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗത്തായിട്ട് കീമോ റേഡിയോ തെറപ്പി ഓർ അണ്ടാശയത്തിൽ എന്തെങ്കിലും സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കണ്ടീഷന് വരും. മൂന്നാമത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹസ്ബൻഡ്സിൻ്റെ ബീജത്തിൽ സ്പേമിൻ്റെ എണ്ണം അതിൻ്റെ അണക്കം അതിൻ്റെ സ്ട്രക്ചറൽ സിവിയർ ആയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, അല്ല അസൂസ്പേമിയ എന്നുള്ളൊരു കണ്ടീഷൻ, സ്പേം ഇല്ല എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഈ IVFൻ്റെ ട്രീറ്റ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാതെ ഈ സ്ത്രീകൾക്കോ ആണുകൾക്കോ ജനറ്റിക് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അത് അടുത്ത തലമുറയ്ക്ക് പാസ്സാവാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ IVF ട്രീറ്റ്മെൻറ്റാണ് ഒരു പ്രധാനപ്പെട്ട ട്രീറ്റ്മെൻറ്റ്. ഇതല്ലാതെ അൺഎക്സ്പ്ലെയിൻഡ് ട്രീറ്റ്മെൻറ്റ്, സ്ത്രീകൾക്കും ഹസ്ബൻഡ്സിനും എല്ലാ ടെസ്റ്റുകളും നോർമലായിട്ടും പ്രഗ്നൻസി ട്രൈ ചെയ്യുമ്പോൾ പ്രഗ്നൻ്റ് ആവുന്നില്ല എന്നുള്ള കണ്ടീഷനാണ് അൺഎക്സ്പ്ലെയിൻഡ് ഫെർട്ടിലിറ്റി. ഇതിന് ഒരു ആവശ്യപ്പെട്ട ട്രീറ്റ്മെൻറ്റാണ് ഈ IVF എന്നുള്ളത്. അല്ലാതെ ആൾറെഡി ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട്, IUI ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടും കൺസീവ് ആയിട്ടില്ലെങ്കിൽ പിന്നെ IVF ആണ് അവസാനത്തെ ട്രീറ്റ്മെൻറ്റ്. IVF അഥവാ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ എന്നുള്ള പ്രൊസീജിയറിൽ ഞങ്ങൾ എന്താണ് ചെയ്യുന്നത്? അതായത് ഒരു സൈക്കിളിൽ ഒരു സ്ത്രീക്ക് അവൈലബിൾ ആയിട്ടുള്ള എഗ്സ് എല്ലാം നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്ത് അത് അനസ്തീഷ്യ തന്ന് വജൈനയിലൂടെ സ്കാനിന്റെ സഹായത്തോടെ പുറത്തേക്ക് എടുക്കുകയാണ്. എന്നിട്ട് ആ എഗ്സിലേക്ക് നമ്മൾ ഹസ്ബൻഡിന്റെ ബീജം ഇഞ്ചെക്ട് ചെയ്യുകയാണ് ICSI പ്രൊസീജിയർ എന്ന് പറയുന്നത്. അതിനുശേഷം ഈ ഫെർട്ടിലൈസ് ആയ എഗ്ഗിനെ നമ്മൾ 3 തൊട്ട് 5 ദിവസം വരെ ഇൻക്യുബേറ്ററിൽ വെച്ച് വളർത്തുന്നു. അതിനുശേഷം ആ ഭ്രൂണം തിരിച്ച് യൂട്രസിന്റെ അകത്തേക്ക്, ഗർഭപാത്രത്തിന്റെ അകത്തേക്ക് വെക്കുന്നു. അതിനുശേഷം ഗർഭധാരണത്തിനുള്ള എക്സ്ട്രാ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. ഇതാണ് നമ്മൾ IVF പ്രൊസീജിയറിൽ ചെയ്യുന്നത്. ഈ പ്രൊസീജിയറിനകത്ത് ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയൊന്നും വരുന്നില്ല. എല്ലാം അനസ്തീഷ്യ വഴിയാണ്. വലിയ സ്റ്റിച്ചോ അങ്ങനെ മുറിവുകളോ അങ്ങനെ ഒന്നും വരുന്നില്ല. വളരെ പെയിൻലെസ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള പ്രൊസീജിയർ ആണ്. പ്രഗ്നൻസി ആണെങ്കിൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി വെരി കംഫർട്ടബിൾ. IVF ജനറലി ഫെയിൽ ആവില്ല എന്നാണ് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുക. ബട്ട് ദെൻ IVFലും ഫെയിലിയേഴ്സ് ഉണ്ടാവാം. സോ എന്തുകൊണ്ടാണ് IVF ഫെയിൽ ആവുക? വൺ തിങ്, പുവർ എഗ് ക്വാളിറ്റി. അണ്ടത്തിൻ്റെ ക്വാളിറ്റി കുറവാകുമ്പോൾ ഫെയിൽ ആവാൻ ചാൻസ് ഉണ്ടാവും. സെക്കൻഡ് വൺ, പുവർ സ്പേം ക്വാളിറ്റി. മൂന്നാമത്തത് എംബ്രിയോ, അതായത് ഭ്രൂണത്തിൻ്റെ ജനിതകമായിട്ടുള്ള പ്രോബ്ലംസ്, അത് കാരണം IVF ഫെയിൽ ആവാം. നാലാമത് യൂട്രൈൻ എൻവയൺമെൻറ്റ്. ഇത് ഇംപ്ലാന്റ് ആവുന്ന യൂട്രസിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അപ്പോഴും അത് ഫെയിൽ ആവാം. ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ്, പുവർ ഹാബിറ്റ്സ്, ആൻഡ് ലാസ്റ്റ് വൺ അൺഎക്സ്പ്ലെയിൻ. സംടൈംസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കാം IVF ഫെയിലിയേഴ്സ്. IVF പരാജയപ്പെട്ടാലോ? വാട്ട് ഇഫ് IVF ഫെയിൽസ്? തികച്ചും ദുഃഖകരമാണ്. പക്ഷേ IVF ഫെയിലിയർ യാത്രയുടെ അവസാനമല്ല, ഒരു വഴിത്തിരിവാണ്. IVF എന്നത് ഒരു സിംഗിൾ പ്രൊസീജിയർ അല്ല, ഒരു പ്രോസസ്സാണ്. നമ്മൾ ഓരോ സൈക്കിളിൽ നിന്നും ഒരുപാട് അറിവുകൾ നമുക്ക് ലഭിക്കുന്നു. അത് പേഷ്യൻറ്റിൻ്റെ റെസ്പോൺസിനെ പറ്റിയാവാം, എഗ്ഗിൻ്റെ ക്വാളിറ്റിയെ പറ്റിയാകാം, യൂട്രസിൻ്റെ റിസപ്റ്റിവിറ്റിയെ പറ്റിയാകാം. കൂടുതൽ അറിവോടെ, കൂടുതൽ മുൻകരുതലോടെ, കൂടുതൽ ഫൈൻ ട്യൂണിങ്ങോടുകൂടി അടുത്ത തവണ ശ്രമിക്കണം. ശാസ്ത്രത്തിൻ്റെ പുരോഗതിക്കൊപ്പം നമ്മുടെ പ്രതീക്ഷകൾക്കും ചിറകുവയ്ക്കട്ടെ.